ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉച്ചക്കത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിക്കറി വെക്കാനാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിക്കറിക്ക് ഇഞ്ചിയും അതിന് വേണ്ട ചെറിയുള്ളിയും പച്ചമുളകും ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം പാത്രം സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചോറ് അവിടെ വേകാറാകുന്നുണ്ട് കേട്ടോ. ഇതിവിടെ നിന്ന് വഴന്ന് വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. കുറച്ച് ഇഞ്ചിക്കറി വെക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച്, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. കുറച്ച് ഇഞ്ചിക്കറി വെക്കുന്നുള്ളേ. അതേ പാത്രം ചൂടായിട്ടുണ്ട്, തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അമ്മയൊക്കെ ഓണത്തിന് ഇഞ്ചിക്കറി വെക്കും കേട്ടോ. അമ്മയൊക്കെ വെക്കുന്ന ഇഞ്ചിക്കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അതൊക്കെ വെക്കുന്നത് നല്ല രസമാണ്. എല്ലാവരും ഓണത്തിന് എല്ലാം കൂടെ ഒക്കെ കൂട്ടി കഴിക്കാനും. എന്തെങ്കിലും സാധനം കുറച്ചിവിടെ വെക്കുകയാണെങ്കിൽ വേഗം തീരും കേട്ടോ. നമ്മളിപ്പോൾ ഇഞ്ചിക്കറി വെച്ച് കുറച്ച് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തീരും. ആ സമയം ഞാൻ ഒരുപാട് വെക്കുന്ന സമയത്താണെങ്കിൽ ആരും കൂട്ടത്തില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ അവിടെ വെള്ളമൊക്കെ ഉണ്ടോ? ഞങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നിടത്താണ് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇതുവരെ വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല. ഇനി അറിയത്തില്ല എങ്ങനെയാണെന്ന്. ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കേട്ടോ. ഇത് വറുത്ത് പൊടിക്കാതാണ് കേട്ടോ ഞാൻ ഇഞ്ചിക്കറി വെക്കുന്നത്. തേങ്ങ വറുത്ത് പൊടിക്കും. ഇത് വറക്കുന്നില്ല കേട്ടോ. ഇത് പൊടിക്കുന്നില്ല. ഞങ്ങളുടെ അടുപ്പിനൊരു ആട്ടം ഉണ്ട് കേട്ടോ. അതിന് ആടുന്നത്. നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ട മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചിക്കറിക്ക് വേണ്ടി. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. അത് പൊടിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ തോരനുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ.
തോരൻ ഇന്ന് വെക്കുന്നതെന്ന് വെച്ചാൽ കപ്പളങ്ങയും ക്യാരറ്റും കൂടാണ് കേട്ടോ തോരൻ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തോരൻ വെച്ച് കൂട്ടാത്തവർ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ, നല്ലതാണ് കേട്ടോ. ഞാൻ വെച്ചിട്ടുണ്ട് നേരത്തെ, അതുകൊണ്ടാണേ. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തു. നമ്മുടെ കപ്പളങ്ങയും ക്യാരറ്റും ഇട്ട് കൊടുക്കുകയാണേ. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ആവിയിലിരുന്ന് വേവട്ടെ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ തോരന് ഉള്ള അരപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഒരു നുള്ള് ജീരകവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ജീരകം ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർ ജീരകം ചേർക്കണ്ട. ഞാൻ കപ്പളങ്ങയ്ക്ക് ജീരകം ചേർത്താണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ക്യാരറ്റ് ഒരു ശകലവേ എടുത്തിട്ടുള്ളേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നുള്ള് ജീരകം ചേർത്ത് കൊടുത്താണേ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കപ്പളങ്ങയുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പളങ്ങയും ക്യാരറ്റും കൂടെ തോരൻ്റെ അരപ്പ്. ഇതിനെ ആവിയിലിരുന്ന് 2 മിനിറ്റ് വേവട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചിക്കറിയുടെ തേങ്ങ നമുക്ക് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്ത് അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചിക്കറിയുടെ തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുവാണേ. ഇനി ഇച്ചിരി പുളി പിഴിഞ്ഞ് ചേർക്കണം കേട്ടോ. ഇത് നമ്മുടെ നല്ല കുറുകിയ ഇഞ്ചിക്കറി. നമുക്കിനി കടുവും കൂടെ വറുത്ത് ചേർക്കണം. അരപ്പിൻ്റെ ഇതുണ്ട് കയ്യിലായിട്ട്. അപ്പം നമ്മുടെ ഇഞ്ചിക്കറിക്കകത്തോട്ട് ഞാൻ കടു വറുത്തത് നമുക്ക് വീഡിയോ എടുത്തു തരാൻ ആരുമില്ല. അപ്പം നമുക്ക് ഞാൻ തന്നെത്താനെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ ചെറിയ പോരായ്മയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സാമ്പാർ വെക്കണം. ഇപ്പം നമ്മൾ കപ്പളങ്ങയും ക്യാരറ്റും തോരൻ വെച്ചു, ഇഞ്ചിക്കറി വെച്ചു. ഇനി ഒരു സാമ്പാർ വെക്കണം കേട്ടോ. അപ്പോൾ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളെല്ലാം എന്ത് വെണ്ടയ്ക്ക, തക്കാളി, സവോള, പച്ചമുളക്, പിന്നെ ഉരുളൻകിഴങ്ങ് എല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് വെച്ച് പരിപ്പും കൂടെ ഇട്ട് വെച്ചേക്കാണ്. ഇത് നമുക്കിനി ഒന്ന് വെന്തെടുക്കണം. സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കും. ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചോറ് വെന്തോന്ന് നോക്കട്ടെ കേട്ടോ.
എന്ത് ചെയ്യും, നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. സാമ്പാറിന് കടു വറക്കണം കേട്ടോ. പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, സ്റ്റൗ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൊടി ചേർത്ത് കൊടുക്കുകയാണെ, മുളക് പൊടി മല്ലിപ്പൊടിയാണ്. അതവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് ഞങ്ങൾക്കിന്ന് ഉണക്കമീനുണ്ട്. അപ്പം ഞങ്ങൾക്കിന്ന് ഉച്ചക്കത്തേക്ക് ഉണക്കമീനാണ്, പച്ചമീനൊന്നുമില്ല കേട്ടോ. അപ്പം ഉണക്കമീൻ വറക്കാനുള്ള പാത്രം വെച്ച് എടുത്തിട്ടുണ്ട്. ഉണക്കമീൻ, കുറിച്ചി, നമ്മുടെ സാമ്പാർ അവിടെ തിളയ്ക്കുന്നുണ്ട്. പാത്രം ചൂടായി ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയ പുളി കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി പുളി പിഴിഞ്ഞ് ചേർക്കണേ.
അപ്പം അച്ഛൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വരും കേട്ടോ. ഞാനപ്പോൾ ചോറെല്ലാം വിളമ്പിയെടുത്ത് ടേബിളിൻ്റെ പുറത്ത് അടച്ചു വെച്ചിട്ട് പോകും. കാശിക്കുട്ടനെ അംഗനവാടി കൊണ്ടുവിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പോകും കേട്ടോ. ഒന്നൂടെ 3 വയസ്സാകാത്തത് കൊണ്ട് 1 മണി വരെ ഇരുത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ 1 മണിയാകുമ്പോൾ വിളിക്കാൻ പോകും. അപ്പോൾ ചോറ് വിളമ്പി മേശപ്പുറത്തെടുത്ത് വെച്ചിട്ട് വേണം പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ചോറ് വിളമ്പി എടുക്കട്ടെ. വിളമ്പി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അച്ഛന് കഴിക്കാനുള്ള ചോറും കറികളും ഒക്കെ എല്ലാം വിളമ്പിയെടുത്തത് ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറുണ്ട്, ഉണക്കമീൻ വറുത്തതുണ്ട്, കപ്പളങ്ങയും പിന്നെ ക്യാരറ്റും കൂടെ തോരൻ, ഇഞ്ചിക്കറിയുണ്ട്, പിന്നെ നമ്മുടെ സാമ്പാറുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ വരും. ഇതെല്ലാം മൂടി വെക്കണം. മൂടി വെച്ചിട്ട് ഞാൻ കാശിക്കുട്ടനെ വിളിക്കാൻ അംഗനവാടിയിലോട്ട് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ.